നല്ല ഭംഗിയുണ്ട്. അതെ അതെ, രാവിലെ എന്നെ കാണാൻ ഒരു പ്രത്യേക ചന്ത. നമ്പൂതിരി ആവുമ്പോ പൊതുവെ ഒരു ഗ്ലാമർ ഉണ്ട്. ഞാൻ ഈ കോലത്തിന്റെ കാര്യ പറഞ്ഞത്. അയ്യോ, ഇതൊന്നും അല്ല കോലം. പാന്റ് ഷർട്ടൊക്കെ ഇടുമ്പോ എന്തൊരു രസാണെന്ന് അറിയോ കാണാൻ. അയ്യോ, ഞാൻ ഈ കോലത്തിന്റെ കാര്യ പറഞ്ഞത്. അതെ, ഇച്ചി അങ്ങോട്ട് മാറിയിരിക്ക. ഒരു കാര്യം പറയാനുണ്ട്, ഇച്ചി അങ്ങോട്ട് മാറിയിരിക്ക. അതെ, ഇന്നലെ പാല് വാങ്ങാൻ മറന്നു. ഒരു ഗ്ലാസ് പാല് വായ്പയായിട്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, അതിനെന്താ? എങ്കിൽ നോവും വരാം. അതെ, ഹസ്ബൻഡ് അകത്തുണ്ടോ? അകത്തുണ്ട്. ആണോ? എങ്കിൽ ബാക്കി കൊല്ലം കൂടെ വരയ്ക്കാം. പിന്നീട് ചെലപ്പോ മറന്നാലോ. അല്പം മഴ പെയ്തിരുന്നെങ്കിൽ പുട്ടിനുള്ള മാവായന്. വരുന്നുണ്ട്. പാല് നിക്ക, നാം ഈ കോലം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. എന്താ ഇത്ര ധൃതി? അകത്ത് പോമറേനെയും പട്ടി എങ്ങനെ വളർത്തുന്നുണ്ടോ? അങ്ങോട്ട് മാറി നിക്ക. നല്ല ചൂടുണ്ട്. എങ്കിൽ ഇവിടെ നിന്ന് തന്നെ കുടിക്കല്ലേ. താങ്ക് യു. ഗ്ലാസ് ബാക്കി കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് കൊടുക്കൂ. അത് ശരി, രാവിലെ എനിക്കൊരു ബെഡ് കാപ്പി തരാൻ നമുക്ക് നേരമില്ല. ഇന്നലെ വന്നൊരു ബെഡ് മിൽക്ക്. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ആ പണ്ടാരക്കാലിനെ ഇവിടെ താമസിപ്പിക്കാൻ തോന്നിയത്? നമ്പൂതിരി എന്താ എഴുതുന്നത്? വാരഫലം. അതെ, ഇങ്ങനെ പരിയമ്പറത്ത് നിൽക്കാതെ മുമ്പോട്ട് വരൂ. മുക്കുറ്റിപ്പൂ ആഴ്ചപ്പതിപ്പിലെ വാരഫലം എഴുതുന്നത് നാമാണ്. എന്ത് മുക്കുറ്റി വാരികയിലും? എന്താ കാണാറുണ്ടോ? ഉണ്ടോന്നോ? എന്റെ നക്ഷത്രഫലം കൃത്യമാണ്. ആ നമ്പൂതിരിയാണ് ഈ നമ്പൂതിരി എന്ന് ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. അതെ നമ്പൂതിരി സാറേ, സാറിന് അല്പസ്വല്പം കൂടോത്രവും മന്ത്രവാദമൊക്കെ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചോളൂ. അതായത് എനിക്ക് വേണ്ടിയല്ല, എന്റെ സഹോദരിയുടെ മകൾക്ക് വേണ്ടിയാണ്. മടിക്കാതെ ചോദിച്ചോളൂ ഹൗസ് ഓണറെ. എന്റെ സഹോദരിയുടെ മകൾ വേറൊരു ജാതിയിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. അതൊരു നല്ല കാര്യല്ലേ? അവക്ക് മറ്റൊരു വിവാഹം പറഞ്ഞുറപ്പിച്ചിരിക്കുക. അത് ശരി. അല്ല, ഇതിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാ ഹൗസ് ഓണർ പറയുന്നത്? അവൾ ആ കാമുകനെ മറക്കണം. അതിനുള്ള വല്ല മരുന്നോ മന്ത്രമോ നമ്പൂതിരിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞാൽ. മരുന്നൊക്കെ ഉണ്ട്. എത്ര രൂപയാണെങ്കിലും വേണ്ടില്ല, ആ മരുന്ന് കുറച്ച് കിട്ടിയാൽ കൊള്ളാം. വിസ്മൃതി ചൂർണം എന്നൊരു മരുന്ന്. അത് പാലിൽ കലക്കി കൊടുത്താൽ പെൺകുട്ടികളുടെ മനസ്സിൽ ഇപ്പൊ ഇഷ്ടം തോന്നിക്കൊണ്ടിരിക്കുന്ന ആളിനെ മറക്കും. സത്യ. പിന്നെ കാണുമ്പോ വെറുപ്പായിരിക്കും. മറക്കണം മറക്കണം, അതാണ് എന്റെ ഉദ്ദേശം. അവനോട് സ്നേഹമുണ്ടെങ്കിൽ അവളത് മറക്കും. ഇത് കലക്കും. എന്തുവാടി റൂമിൽ വെട്ടം വെളിച്ചൊന്നുമില്ലാത്തത്? ജയിലുമാരൊക്കെ തുറന്നില്ല. ആദ്യം ആ കണ്ണാടി എടുത്ത് മാറ്റും. വെളിച്ചോണ്ടല്ലോ, അപ്പൊ എനിക്ക് തോന്നിയതാണ്. ഇതെന്താ ഒരു പുതുമ? പാലുകൂടി തുടങ്ങിയോ? ഇതേ എനിക്കല്ലടി, എന്റെ പ്രിയപ്പെട്ട പൊന്നൂനാണ്. എനിക്കോ? 2-3 ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്കൊരു ചെറിയ വിളർച്ച ഇല്ലേ എന്നെനിക്ക് തോന്നി. ദിവസവും 2 പാലും 1 മുട്ടയും വെച്ച് കഴിച്ചാൽ വിളർച്ച മാറും.
ഒരു ഗ്ലാസ് പാലും 2 മുട്ടയും കഴിച്ചാൽ വിളർച്ച മാറും. തൽക്കാലം പാല് കുടി, മുട്ട ഞാൻ രാവിലെ പുഴുങ്ങിത്തരാം. എനിക്ക് വേണ്ടത് അങ്ങനെ പറയരുത് പൊന്നു. നീ പാല് കുടിച്ച് വിളർച്ച മാറ്റില്ലെങ്കിൽ എന്റെ തളർച്ച മാറൂല. കുടിക്കടി, കുടി, കുടിക്ക്. അണ്ണാക്കിലേക്ക് അമർത്തിക്കും. മൊത്തം കുടിച്ചോ, ഒരു തുള്ളി പോലും ബാക്കി കളയണ്ട. ഓ, രക്ഷപ്പെട്ടു. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ 1 ഗ്ലാസ് പാല് മൊത്തം കുടിച്ചല്ലോ. ഇനി മുതൽ എല്ലാ ദിവസവും നീ 1 ഗ്ലാസ് പാല് വെച്ച് കുടിക്കണം. ഈശ്വരാ, എന്റെ ഭാര്യയുടെ വിളർച്ച നീ മാറ്റി കൊടുക്കണേ. എന്താണെന്നറിയില്ല, നീ പാല് കുടിച്ച സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഉറക്കം വരുന്നു. ഈശ്വരാ, വീണപ്പോഴേക്കും ഒന്ന് ഉറങ്ങിയോ? ഈ തങ്കപ്പെടുന്ന ഒരു കാര്യം. എനിക്ക് ഉറക്കം വരുന്നു. അയ്യോ, പാടുന്നു. ഹലോ. ഈ നമ്പൂതിരി സാർ ആളൊരു രസികൻ തന്നെ. നമ്പൂതിരിയാണോ ഈ നമ്പൂതിരി ഫലിതങ്ങളൊക്കെ എഴുതുന്ന ആള്? ആ, തങ്കപ്പനിങ് വന്നോ, ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ തന്ന ആ ചൂർണമില്ലേ, അത് വിസ്മൃതി ചൂർണമല്ല, പിന്നെ അത് സ്മൃതി ചൂർണമാണ്. അത് കലക്കി കഴിച്ചാൽ ഇഷ്ടപ്പെട്ട ആളിനെ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. നാമത് മാറ്റിത്തരാം, വരിക. ചേട്ടന്റെ മുഖത്തിന് എന്താ ഒരു വിളർച്ച പോലെ? ഇന്നു മുതൽ ഓരോ ഗ്ലാസ് പാല് ചേട്ടനും കുടിച്ചു തുടങ്ങണം. അയ്യോ, ജോത്സ്യം അറിയാന്നല്ലേ പറഞ്ഞത്? എന്റെ കൈയൊന്ന് നോക്കൂ. അല്ല, കൈ നോക്കാനോ? അങ്ങോട്ട് മാറി നിക്ക, ആ കൈ അങ്ങോട്ട് നീട്ടുക. ഈ കാണുന്നതാണ് ഭൂമധ്യരേഖ. ഇത് മുറിയാതെ വേണം ദേ ഇവിടെ കടക്കാൻ. ഇപ്പൊ പാലം പണി നടക്കുക. ഇഷ്ടായില്ലേ? അതുകൊണ്ട് തന്നെ അക്ഷാംശരേഖ കാണാനില്ല. ഇതൊക്കെ പടിഞ്ഞാറങ്ങാനും പോയോ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. വിസ്മൃതി ചൂർണം കഴിച്ചിട്ടും അവൾക്കൊരു മാറ്റവുമില്ല. ഇനി ഒരു വഴിയേ ഉള്ളൂ. ഈ നമ്പൂതിരിയെ ഇവിടെ നിന്ന് കെട്ടിക്കണം. അതിന് അവള് വരണം. പ്രഭാവതി. ആഹാ, തങ്കപ്പൻ ചേട്ടനോ? അന്നു നിന്റെ കാവിൽ ഒരിക്കലും മിത്രം ചുവന്നിട്ടില്ല. അന്നും നിന്റെ ഒന്നും ഉണക്കൂഴി ഒരു കാരണവശാൽ മിത്രം വിരിഞ്ഞിട്ടില്ല. അയ്യോ, തങ്കപ്പൻ എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചു? അതാണ് തങ്കപ്പൻ. എന്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായി നിർവഹിച്ചു. കോളനിയിലെ പ്രഗത്ഭന്മാര് പറഞ്ഞല്ലോ, പെങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സുന്ദരേശനെ കൺമുമ്പിൽ കൊണ്ടുവരാന്ന്. എന്നിട്ട് എന്തായി? അവസാനം എനിക്ക് തന്നെ അത് ചെയ്യേണ്ടി വന്നു. സുന്ദരേശൻ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. റിയലി അല്ല, വാസ്തവം. എനിക്ക് എന്റെ സുന്ദരേട്ടനെ കാണാൻ കൊതിയായി. ഞാൻ ഇപ്പൊ റെഡിയായി വരാവേ. നിൽക്ക്, ഞാൻ പറയട്ടെ. സുന്ദരേശനെ കാണാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പ്രഭ വ്യക്തമായി മനസ്സിലാക്കണം. എന്ത് കാര്യം? രൂപത്തിലും ഭാവത്തിലും സുന്ദരേശൻ മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ട്. മുടിയൊക്കെ കെട്ടി അന്യരിലെ പട്ടരെ പോലെയാണ് പുള്ളി നടക്കുന്നത്. ആ രൂപമാറ്റം എന്തിനാണെന്നറിയോ? നമ്മൾ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. പ്രഭാവതി പോലും ചിലപ്പോൾ കണ്ടാൽ അയാൾ തിരിച്ചറിയില്ല. ഇപ്പോ എവിടെയുണ്ട് സുന്ദരേശൻ? എന്റെ വീടിന്റെ അപ്സ്റ്റേറിലാണ് വാടകയ്ക്ക് താമസം. അല്പസ്വല്പം ജ്യോതിഷവും കവടി നിരത്തിലും ജ്യോത്സ്യവും ഒക്കെയുള്ള സുന്ദരേശനെ വീടിന്റെ 2ാം നിലയിൽ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭാഗ്യമാണെന്നാണ് ഈ ജവഹർ കോളിലെ ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെ സുന്ദരേശൻ എല്ലാ വീടുകളുടെയും 2ാം നില സ്വന്തമാക്കി. ആണോ? ആ, ഇപ്പോ രവിചന്ദ്രൻ നേതാവിന്റെ വീടിന്റെ 2ാം നിലയിലാണ് പുള്ളിയുടെ താമസം. എനിക്ക് പോണം.
സുന്ദരനെ കാണണം. ആ പഴയ പാട്ടും പാടണം. വേഗം വേണം. സുന്ദരേശനെ വളയ്ക്കാൻ പെണ്ണുങ്ങൾ അടക്കാ കുരുവികളെ പോലെ വട്ടം ചുറ്റി അടക്കുകയാണ്. വലിയ ഉപകാരം. ഒടുവിൽ ഞാൻ തെരഞ്ഞു നടന്ന ആളിനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നല്ലോ. അയ്യോ, ചേട്ടന് കുടിക്കാൻ പോലും ഞാൻ ഒന്നും അത് തന്നില്ല. സാരമില്ല, എന്തെങ്കിലും തിന്നാൻ തന്നാ മതി. പിന്നൊരു കാര്യം, ഞാനാണിത് പ്രഭയോട് പറഞ്ഞതെന്ന് വേറെ ആരോടും പറയരുത്. ഇല്ല, ആരും അറിയില്ല. പിന്നൊരു കാര്യം, പ്രഭയെ കാണുമ്പോൾ ഞാൻ പഴയ ഉടക്കുമേന്റിലേ പെരുമാറും. ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്നാ വേഗം പോ ചെല്ലു. ഇപ്പൊ വരാട്ടോ. എടാ സുഭാഷ് നമ്പൂതിരി, നിന്നെ ഞാൻ CK സുന്ദരേശനാക്കും. അതിനാണ് ഈ പ്രഭാവതി. ആ നിർത്ത് 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 നിർത്തടോ. ഇത് പിടിച്ചേ. ആ ഇറങ്ങ്. ഉയ്യോ. ആ ചേട്ടാ എത്രയായി? 10 രൂപ. ആ 10 രൂപ. അതെങ്ങട്ടാ? ആ വിട്ടോ വിട്ടോ, വണ്ടി വിട്ടോ. ആ പോട്ടെ, കൊണ്ടുപോടോ. പ്രഭാവതി, ദാ കാണുന്നതാണ് രവിചന്ദ്രൻ നേതാവിന്റെ വീട്. ഓ, എനിക്കറിയാം. അതെനിക്കും അറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ആ. ഞാൻ ആദ്യം വരുന്നില്ല, പ്രഭ ആദ്യം ചെല്ലി, പുറകെ ഞാൻ വരാം. ആ. അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? ആ മറ്റേ പാട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അന്ന് നിന്റെ ഉണക്കുഴി തെളിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ചെല്ല്, അവിടെ പോയി പാടും. ചെല്ലി ചെല്ലി, എല്ലാം പറഞ്ഞ പോലെ ചെല്ല്. ഓക്കേ, ഓക്കേ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല. ഇവിടെ കാണുന്നില്ലല്ലോ. പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, എട്ടും പൊട്ടും തിരി. ഇവിടെ വീണ്ടും വന്നു. എട്ടും പൊട്ടും തിരിയാത്ത അവിടെ ഇല്ല. പാടി പാടി അവസാനം അവള് വീട്ടിൽ കയറി വന്ന് പാടി തുടങ്ങിയല്ലേ. തൊട്ടാവാടിക്കരയുള്ള പാവാടക്കാരി. നീ ആരെയാടി നോക്കുന്നേ? എവിടെ ആള്? കയ്യോടെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ വന്നതാ. ഈ ആട്ടക്കാരിയെ എനിക്ക് മനസ്സിലായി. നീ രണ്ടു കൽപ്പിച്ച് ഇറങ്ങിയിരിക്കല്ലേ. ഓ, പിടിച്ചിറക്കേണ്ട പോകുമ്പോലും. എന്താ സംശയം? ഞാൻ ആ പാട്ടൊന്ന് പാടിയാ മതി. ചേട്ടൻ എവിടെയുണ്ടെങ്കിലും അതിന്റെ എതിർപ്പാട്ട് പാടും. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, എന്റെ തൊട്ടാവാടിക്കരടുള്ള പാവാടക്കാരി. ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? നിന്റെ കവിളി ഞാൻ വിരിച്ചേരാടി. നിന്റെ നുണക്കുഴി ഞാൻ വിരിച്ചേരാം. എന്നാ മനുഷ്യനെ ഞാൻ ശരിയാക്കിട്ടുള്ളൂ. ചുവന്നിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല. ഈയടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. വാ ഇങ്ങോട്ട്. പിടിക്കാതെ. നാണമില്ലേ മനുഷ്യൻ? കാര്യം പറഞ്ഞു. ചോണയുണ്ടെങ്കിൽ പാട്ട് പാടി വിളിച്ചോണ്ട് പോടി. ഞാനൊന്ന് കാണട്ടെ. അയ്യേ, എനിക്കാളെ വിളിച്ചോണ്ടൊന്നും പോണ്ട. ഞാൻ വന്നതേ എന്റെ സുന്ദരൂരെ കൊണ്ടുപോവാനാ. ഞാൻ അറിയാത്തൊരു സുന്ദരി. അതെ, സുന്ദരു, സുന്ദരേശൻ, CK സുന്ദരേശൻ. എന്തരേശൻ? സുന്ദരേശൻ. ഇവിടെ മോളിൽ താമസിക്കുന്ന ആളെ എനിക്ക് കാണണം. ഞാൻ കണ്ടിട്ടേ പോവും. സുന്ദരേശനാ? എടി കൊച്ചെ, അത് സുഭാഷ് നമ്പൂതിരി. അയ്യോ എടി, ഇവർക്ക് വീണ്ടും മൂത്തെന്നാ തോന്നുന്നത്. എടി അവനല്ല, അവനാണ് ഇവൻ. ഇവിടെ താമസിക്കുന്ന ആള് സുന്ദരേശൻ തന്നെ തന്നെ തന്നെ. അയ്യോ, ഈ പെണ്ണിന് എന്തോ കാര്യമായ തകരാറുണ്ട്. എനിക്ക് ഒരു തകരാറുമില്ല. ഞാൻ അയാളെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അല്ല, നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തു പറ്റി? എന്താ പ്രശ്നം? എന്തു പറ്റി? എന്താണ് പ്രശ്നം? പറയൂ പറയൂ. അയ്യേ, നേതാവ് എന്താണ് മേലാടയില്ലാതെ നിൽക്കുന്നത്? എന്താണ് പ്രശ്നം എന്ന് പറയൂ. പറ പറ. തങ്കപ്പ, ഈ കൊച്ചിന് ആ സുന്ദരേശനെ ഒന്ന് കാണണമെന്ന്. സുന്ദരേശനോ? അതാരി?
എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കാണ്. നിങ്ങൾ ഈ ജവഹർ കോളനി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കണം. നിങ്ങളൊക്കെ അല്ലേ അന്ന് പറഞ്ഞത് സുന്ദരേശൻ ഈ പൂമുഖത്ത് എവിടെ ഉണ്ടെങ്കിലും എന്റെ കൺമുന്നിൽ കൊണ്ടു തരാന്ന് അല്ലേ? മുകളിൽ താമസിക്കുന്ന നമ്പൂരശനെ സുന്ദരേശനാണെന്ന് ഇവള് പറയുന്നേ. അതെ അതെ അതെ. ഞാൻ 10-25 കൊല്ലമായി തേടി നടന്ന എന്റെ സുന്ദരു ഇവിടെ ഇവിടെ ഉണ്ട് ഈ വീട്ടില്. ഞാൻ സുന്ദരനെ കാണാതെ പോവത്തില്ല. ഇതൊരു പാരയളവായല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ കുട്ടി നേരിട്ട് സുന്ദരനെ കാണട്ടെ. നേരിട്ട് കാണുമ്പോ ചിലപ്പോ ബോധ്യമാവുമല്ലോ. വാ, ഞാൻ കൂടെ വരാം. അയ്യടാ, എന്റെ ഭർത്താവിനെ കാണാൻ എനിക്ക് ആരും കൂട്ടൊന്നും വേണ്ട. 22 വർഷമായി കൂടെ പഠിച്ചിരുന്ന ആ കാമുകനെ തേടി വന്നതല്ലേ. അവർക്ക് നേരിട്ട് കണ്ട് പലതും പറയാനുണ്ടാവും. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാനുണ്ടാവും. കുട്ടി പോയി കണ്ടോളൂ. പാവം കുട്ടിയല്ലേ. പാവക്കുട്ടിയോ? പാവക്കുട്ടിയല്ലേ, പാവക്കുട്ടിയല്ലേ. പിന്നെ ഈ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമെന്ന് പറഞ്ഞത് നേരെ അന്നോ? അയ്യോ, എന്തിനാ? എനിക്കൊന്ന് കാണാനാ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. വെറുതെ ആശിച്ചു. ഈ പ്രായത്തിൽ ആശിക്കരുത് കേട്ടോ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല. സുന്ദരു, സുന്ദരു, അയ്യോ എന്നെ മനസ്സിലായില്ലേ? അവിടെ നിക്ക, അടുത്തോട്ട് വരണ്ട. കള്ളൻ, ഈ വേഷത്തിൽ കണ്ട ഞാൻ മനസ്സിലാക്കില്ല എന്ന് കരുതിയല്ലേ? ആ